ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അത്രയ്ക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ഈ വെറുതെ വീട്ടിൽ ചടഞ്ഞുകൂടിയിരുന്ന ഞാൻ പാത്രം കഴുകത്തില്ല, വീടും തൂക്കത്തില്ല, ഒരടുക്കും ചിട്ടയില്ലാതെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഞാൻ പഠിക്കാൻ ചേർന്നത് കേട്ടോ. പിന്നെ എൻ്റെ ലൈഫ് സ്റ്റൈൽ മൊത്തത്തിൽ മാറിയെന്ന് പറയാം. രാവിലെ തന്നെ തൂക്കൽ, തുടക്കൽ, അലക്കൽ, അങ്ങനെയുള്ള എല്ലാ പരിപാടികളും കഴിയും. ഇതാണ് എൻ്റെ ഓപ്പറേഷൻ തിയേറ്റർ. ചിക്കൻ കറി തിളക്കുന്നു, ഇടിയപ്പം. ഇതാണിന്ന് ബ്രേക്ക്ഫാസ്റ്റ്. ലഞ്ചിന് ഇക്കാക്ക് ചിക്കൻ കറിയാണ്, അതിൻ്റെ കൂടുതൽ ഇച്ചിരി പച്ചക്കറികൾ എന്തെങ്കിലും കൂടി ഇക്കാക്ക് വേണം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി സെറ്റ് ചെയ്തതാണ് മെഴുക്ക്. എല്ലാ പച്ചക്കറിയും കൂടി ഇട്ടിട്ടൊരു മെഴുക്ക്, അത്ര തന്നെ. ഈ സമയം കൊണ്ട് നമ്മുടെ ചോറൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഈ ഒരു സുനായിലാണ് ഞാൻ ചോറ് വാർക്കുന്നത്. മീഷോയിൽ നിന്ന് വാങ്ങിച്ചാണേ. ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ഇട്ടോ, ലിങ്ക് തരാം. പിന്നെ അത് കഴിഞ്ഞ് ചെന്ന് പിള്ളേരെ നോക്കും. പണ്ടൊക്കെ ഞാനൊക്കെ ഇതുപോലെ കിടന്ന് ഉറങ്ങുമ്പോൾ എഴുന്നേക്കാൻ വേണ്ടി വാപ്പിച്ചു വന്നിട്ട് ഫാൻ ഓഫ് ചെയ്യും. ഇപ്പോൾ ഫാൻ ഓഫ് ചെയ്ത് ഇവൾമാറവായിരിക്കുന്നത് ഞാൻ കേൾക്കും. അതുകൊണ്ട് ഞാൻ പോയി ലൈറ്റ് ഇട്ടിട്ട് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ദഹിക്കാക്കുള്ള ഫുഡ് സെറ്റാക്കി പാത്രത്തിലെടുത്ത് അത് കഴിഞ്ഞ് ഈ അടുക്കള ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഇറങ്ങുമ്പോൾ മനസ്സിൽ തോന്നുന്ന ഒരു ആശ്വാസമില്ലേ. പണ്ടൊക്കെ എൻ്റെ അടുക്കളയുടെ പോലെ കാണണം, കാരണം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, എപ്പോഴെങ്കിലും ചെയ്യാം. ഇപ്പം അങ്ങനെയല്ല. കോളേജിലൊക്കെ പോയി തിരിച്ച് വന്നു കഴിയുമ്പോഴേക്കും പഠിച്ചോനെ ഞാൻ തന്നെ ചെയ്യണ്ടേ. അപ്പോൾ ഈ രാവിലെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് ചെയ്ത് പോയാൽ ഓക്കെ എന്നുള്ള രീതിയിൽ ചെയ്ത് പിള്ളേർക്കുള്ള ഫുഡ്, എനിക്കുള്ള ഫുഡൊക്കെ സെറ്റാക്കി അവൾമാരെയൊക്കെ ഒതുക്കി വീടൊക്കെ ഫുൾ സെറ്റാക്കി നെറ്റാക്കി ഇടും. അല്ലെങ്കിൽ തിരിച്ച് ഞാൻ വരുമ്പോഴേക്കും എനിക്ക് തന്നെ ഭ്രാന്ത് പിടിക്കും. അങ്ങനെ സെറ്റാക്കിയത് അവൾമാരും ഒക്കെ റെഡിയായി. ഇനി ഇവരെ സ്കൂളിൽ കൊണ്ടേ ആക്കിയിട്ട് വേണം എനിക്ക് പോകാൻ. അപ്പോൾ നമ്മുടെ സോൾമേറ്റ് വരും. അപ്പോൾ പുള്ളി അവിടെ സ്കൂളിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യും. അപ്പോൾ അതേ അവരുടെ എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഞാൻ എൻ്റെയും എല്ലാമൊക്കെ ആയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ എന്തിലെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് പറ്റുമെന്ന് തോന്നുന്നു. എൻ്റെ ഒരു അഭിപ്രായമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും ഇങ്ങനെയുള്ള വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും